നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. SKSSF ചേർപ്പ് യൂണിറ്റ് പ്രചരണ സന്ദേശയാത്ര നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ആലുക്കാസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു. വീടുകളുടെ ഉദ്ഘാടനം വികാരി ഫാദർ പോൾ താണിക്കൽ നിർവഹിച്ചു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പടിഞ്ഞാട്ടുമുറി ശാഖ സത്സംഗം സംഘടിപ്പിച്ചു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ ഭജനയും നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒയുടെ 14ാം ചേർപ്പ് മേഖലാ സമ്മേളനം ഈ മാസം 24-ന് നടക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M. മൻസൂർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. SKSSF ചേർപ്പ് യൂണിറ്റ് പ്രചരണ സന്ദേശയാത്ര നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനുവരി 26-ന് പെരുമ്പിലാവിൽ വെച്ച് നടക്കുന്ന മനുഷ്യജാലിക ജില്ലാ സമ്മേളനത്തിന്റെയും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിന്റെയും സംഘടനയുടെ 35ാം വാർഷിക സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥമാണ് സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് PS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഖത്തർ SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് KE കമറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി VT അഫ്സൽ, ട്രഷറർ MN ഫർഹാൻ എന്നിവർ സംസാരിച്ചു. പരാപ്പറമ്പിൽ നിന്നും കനാലിലേക്ക് നടത്തിയ സന്ദേശയാത്രയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഷൌക്കത്ത് അലി, ഫായിസ് ഫൈസി, ഫയാസ്, ഷഫീഖ് മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ആലുക്കാസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു. 6 വീടുകളാണ് കൈമാറിയത്. മുത്തിപ്പിടിക പൈലിയുടെ മക്കളായ യോഹനാൻ, ലാസർ എന്നിവരാണ് വീടുകൾക്കുള്ള സ്ഥലം വിട്ടു നൽകിയത്. വീടുകളുടെ ഉദ്ഘാടനം വികാരി ഫാദർ പോൾ താണിക്കൽ നിർവഹിച്ചു. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജോയ് സാറ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. തനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആപ്തവാക്യം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് സഹായം നൽകുവാനും പ്രോത്സാഹനം നൽകുവാനുമെല്ലാം സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ള ജോയ് സാറെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചേച്ചി, നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഇത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയുള്ള ഒരു ഇടവകയാണ്. സെന്റ് വിൻസെന്റ് പോൾ അതിരൂപത കൗൺസിൽ പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. വീടുകളുടെ വെഞ്ചരിപ്പ് അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂർ നിർവഹിച്ചു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ആലുക്കാസ് താക്കോൽദാനം നിർവഹിച്ചു. അഴ്സൻ പൂപ്പാടി, ജോസ് തീതായി, ഫാദർ പോൾ താണിക്കൽ, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ജോളി ജോയ് ആലുക്കാസ്, ഫ്രാൻസിസ് മുത്തിപ്പിടിക, ഹെൻറി ജോർജ് കണ്ണായി തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ വന്നത് നമുക്കൊരാശയം ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റാഫുകൾക്കൊക്കെ ഒരുമിച്ച് കൂടി നിന്നിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ ദുബായിൽ വെച്ച്. അപ്പോൾ ജോയേട്ടൻ പറഞ്ഞു, ഞാനും നിങ്ങൾ എത്ര സംഭരിക്കുന്നു അതിൻ്റെ 2-3 ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആരംഭിച്ചു. ചെറുതായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടണമെന്ന് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ അന്ന് അതിന് പേരിട്ടിരുന്നത് My 50 എന്ന പേരായിരുന്നു. നമുക്കൊരു ദിവസം 50 ഫിൽസ് എന്നുള്ള പേരിൽ അങ്ങനെ ഞങ്ങളത് ചെറുതായിട്ട് തുടങ്ങി. ഇന്നത് വലിയൊരു മഹത്തായ ഒരു സംരംഭമായി അനേകം മക്കൾക്ക് സഹായമായിട്ട് വരുവാനായിട്ട് ഈ ഫൗണ്ടേഷൻ സാധിച്ചതിന് ഞാൻ വളരെയേറെ നന്ദി പറയുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പടിഞ്ഞാട്ടുമുറി ശാഖ സത്സംഗം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഭജനയടക്കം വിവിധ പരിപാടികളും നടന്നു. രാവിലെ അജിതൻ വാര്യരും സംഘവും
നാരായണീയം അവതരിപ്പിച്ചു. തുടർന്ന് ശ്രീറാം ഭജൻസ് ചേർപ്പ് അവതരിപ്പിച്ച നാമജപലഹരി ഭക്തജനങ്ങൾക്ക് ആവേശമായി. തുടർന്ന് അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ലൈവ് പ്രദർശനവും 60 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് വസ്ത്രദാനവും തുടർന്ന് 500 പേർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിനോടനുബന്ധിച്ച് സത്സംഗവും സംഘടിപ്പിച്ചു. വൈകിട്ട് ദീപകാഴ്ചയോടെ പരിപാടികൾ സമാപിച്ചു. हर बाला देवी की प्रतिमा बच्चा बच्चा राम है, बच्चा बच्चा राम है. ചന്ദനമല്ലോ മണ്ണി നാട്ടിൽ ഗ്രാമങ്ങൾ മുനിവാടങ്ങൾ ബാലികമാർ ശ്രീദേവി രൂപം ബാലകരോരോ രാമന്മാർ ബാലകരോരോ രാമന്മാർ. BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും സന്നിഹിതരായിരുന്നു. ശാഖാ കാര്യവാഹ് VR വിജയൻ, ഗോപി പഴയാറ്റിൽ, VR ശശാങ്കൻ, VK മണി, അനിൽ ഞാറ്റുവെട്ടി, സുബ്രൻ, സുരേഷ്, സന്തോഷ്, സജിത്ത്, അനിൽ, മുരളി ചേർപ്പ്, ബാബു കിഴക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ആറാട്ടുപുഴയിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ ഭജനയും പ്രാർത്ഥനയും നടത്തി. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ഭജന 1 മണിവരെ നീണ്ടു. തുടർന്ന് പ്രസാദ ഊട്ട് നടന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൊതുജനങ്ങൾക്ക് തത്സമയം കാണുന്നതിനുള്ള സൗകര്യവും ക്ഷേത്രനടയിൽ ഒരുക്കിയിരുന്നു. നിരവധി പേർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COയുടെ 14ാം ചേർപ്പ് മേഖലാ സമ്മേളനം ഈ മാസം 24-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആനക്കല്ല് അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M മൻസൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ, മേഖലാ സെക്രട്ടറി K ബിജുകുമാർ, ട്രഷറർ KG സുധീർ, സ്വാഗത സംഘം കൺവീനർ PV രവി, നെറ്റ്വിഷൻ MD രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പരിപൂർണമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുള്ളത്. തുടർന്നും ഈ കാഫോൺ എന്ന് പറയുന്ന പദ്ധതി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഞങ്ങളുടെ ഈ സംഘടന തന്നെയായിരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ BSNLൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNLൻ്റെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി തന്നെ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് BSNL കണക്ഷൻ നമ്മൾ ഈ പറയുന്ന സൗജന്യമായിട്ട് തന്നെ, അതായത് സൗജന്യമായിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രധാനപ്പെട്ട നമ്മുടെ ഭാരവാഹികളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്, ജില്ലാ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള M മൻസൂറാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. KCCL MD പോലെയുള്ള അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളും എല്ലാവരും നമ്മുടെ ഈ നമ്മുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സാന്നിധ്യവും സഹകരണമൊക്കെ ഉണ്ടാകും. അന്തിക്കാട് പുത്തൻപിള്ളിക്കാവ് കാർത്തിക വേലയുടെ ശനിയാഴ്ച വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ മടങ്ങിയത് തർക്കം ഒഴിവാക്കാനും അർഹതയുണ്ടായിട്ടും തങ്ങളുടെ ദേശത്തിന്റെ ആനയെ തിടമ്പേറ്റാൻ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണെന്നും അന്തിക്കാട് കല്ലിടവഴി നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ തെറ്റായ നടപടി മൂലമാണ് തങ്ങളുടെ ദേശത്തിന്റെ ആനയായ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്ക് തിടമ്പേറ്റാൻ സാധിക്കാതെ വന്നതെന്ന് ഇവർ ആരോപിച്ചു. 2012 ഗവൺമെന്റ് ഓഫീസിലാണ് അതിനുശേഷം ഗവൺമെന്റ് തരത്തിലായാലും ആന കയറാൻ പറ്റില്ല. ചിലപ്പോൾ ആന കൈമാറ്റം നടക്കുമ്പോൾ അളവുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വന്ന രേഖയാണ് 317. ആ 2012 സാധനം 2012 ഫോറസ്റ്റ് രേഖ പ്രകാരം തൃക്കടവൂർ ശിവരാജന് 311 സെന്റിമീറ്ററും ചിറക്കൽ കാളിദാസന് 308 സെന്റിമീറ്ററുമാണ്. എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം പോലീസ് നൽകിയ റിപ്പോർട്ടിൽ തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഏറ്റവും ഉയരമുണ്ടായിട്ടും തിടമ്പേറ്റാൻ തങ്ങളുടെ ദേശത്തിന്റെ ആനയെ പരിഗണിക്കാതെ വടക്കുമുറി ദേശത്തിന്റെ കാളിദാസൻ എന്ന ആനയെയാണ് തെരഞ്ഞെടുത്തത്. തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് MV സന്തോഷ്, കൺവീനർ A സഞ്ജയ്, M വിജയൻ, ഷനീഷ് കല്ലയിൽ, M നന്ദകുമാർ, പടിഞ്ഞാറ് ദേശം കമ്മിറ്റി ട്രഷറർ PC രാജു എന്നിവർ പങ്കെടുത്തു.
യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം. സജീവൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എം. ബഷീർ, ആഷിഖ് ജോസ്, കിരൺ തോമസ്, ഷൈൻ നാട്ടിക എന്നിവർ സംസാരിച്ചു. സിറിൽ ജോസഫ്, വിഷ്ണു രാമദാസ്, ജോൺ ജോസഫ്, ലൂയിസ് താണിക്കൽ, അശ്വതി സജീവൻ എന്നിവർ നേതൃത്വം നൽകി. അടിക്കടി അരിക്ക് വില വർദ്ധിപ്പിക്കുന്ന സർക്കാർ സപ്ലൈകോയിൽ സബ്സിഡി അരി ലഭ്യമാക്കാൻ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഭാരതി സ്റ്റേറ്റ് മസ്ദൂർ യൂണിയൻ BKMUവിന്റെ നേതൃത്വത്തിൽ മണലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMU സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ പെൻഷനും അതിവർഷാനുകൂല്യവും കുടിശ്ശിക തീർത്ത് നൽകുക, കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ പാസാക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് മണലൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി MR മോഹനൻ, AITUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഹരിദാസ്, CPI ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സീത ഗണേഷ്, BKMU മേഖലാ സെക്രട്ടറി KK സെൻ എന്നിവർ സംസാരിച്ചു. PK മോഹനൻ, സ്മിജി ബിനോയ്, വിജയ ഹരിദാസ്, ഉഷ ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. കൊരട്ടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. മുരിങ്ങൂർ സ്വദേശി 38 വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത്. അക്രമം തടയാൻ ശ്രമിച്ച 2 മക്കൾക്കും വെട്ടേറ്റു. സംഭവത്തിനുശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊരട്ടി ഘനാനഗറിലെ വീട്ടിൽ രാവിലെ 6ഓടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു. ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് 2 മക്കൾക്കും വെട്ടേറ്റത്. മകൻ 11 വയസ്സുള്ള അഭിനവ്, മകൾ 5 വയസ്സുള്ള അനുഗ്രഹ എന്നിവർക്കാണ് പരുക്കേറ്റത്. വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത്. ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇന്ന് രാവിലെ 5:30 കുട്ടികൾ 2 പേരും കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരപ്പോൾ തന്നെ കുട്ടികളെ 2 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട്. കുട്ടികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുന്ന് ഇപ്പോൾ അപ്പോളയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. മൂത്ത കുട്ടിക്ക് ഇത്തിരി സീരിയസ് ആണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല. സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. ഷീജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. കൃത്യത്തിനു ശേഷം ഭർത്താവ് ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കൊരട്ടി സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. SKSSF ചേർപ്പ് യൂണിറ്റ് പ്രചരണ സന്ദേശ യാത്ര നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ആലുക്കാസ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു. വീടുകളുടെ ഉദ്ഘാടനം വികാരി ഫാദർ പോൾ താണിക്കൽ നിർവഹിച്ചു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് മുൻപിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പടിഞ്ഞാട്ടുമുറി ശാഖ സത്സംഗം സംഘടിപ്പിച്ചു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിൽ ഭജനയും നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒയുടെ 14ാം ചേർപ്പ് മേഖലാ സമ്മേളനം ഈ മാസം 24-ന് നടക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M മൻസൂർ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം.